ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് തക്കാളിയും പരിപ്പും ചേർത്തിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ മാത്രമല്ല, ചോറിൻ്റെ ഒപ്പവും ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാ കഷ്ണങ്ങളും കൂടെ ഇട്ട് 5 വിസിൽ കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. സാമ്പാറിൻ്റെ അതേ ടേസ്റ്റും ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. വളരെ ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മളിതേ പരിപ്പും തക്കാളിയും ചേർത്തുള്ള കറി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് 2 or 3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 2 or 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ദേ കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 ചെറിയ തക്കാളി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി മതിയാകും. ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഒരു സവാള, വലിയ ഒരു സവാള അരിഞ്ഞിട്ടുള്ളതാണ്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, അത് നെടുകെ കീറിയിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂണ് കായം പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ, 1/2 സ്പൂൺ മതിയാകും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ പരിപ്പിനും വേവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അല്ല, നമ്മൾ കറിയെല്ലാം വെച്ചതിന് ശേഷം നോക്കിയിട്ട് അപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേകുന്ന പരിപ്പാണെങ്കിൽ ഒരു 4 വിസിലൊക്കെ മതിയാവും. 5 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കുക്കറിലെ എയറെല്ലാം പോയതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി തുറക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ മല്ലിയില നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറി കേട് വന്ന് പോകും, അതുകൊണ്ട് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ ഒന്ന് തിളച്ചിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കായിട്ടുള്ള കറിയാണ്. നല്ലൊരു മണവും നല്ല ടേസ്റ്റുമുള്ള തക്കാളി പരിപ്പ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. നമ്മൾ തേങ്ങ അരയ്ക്കേണ്ട, അരച്ചില്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പരിപ്പും തക്കാളിയും സവാളയും ബാക്കി പൊടികളും എല്ലാം ചേർത്തിട്ട് നമ്മൾ 5 വിസിൽ കൊണ്ട് നല്ലൊരു സൂപ്പർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. എത്ര ഇഡ്ഡലി വേണേലും കഴിച്ചു പോകും. 4 എണ്ണമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 8 എണ്ണമെങ്കിലും കഴിക്കും. അത്രയും ടേസ്റ്റ് ആട്ടോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.